നമസ്കാരം. വിന്റർ ഹെവന്റെ ഓണത്തിനൊരു ഓണക്കോടി എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിൽ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഓണത്തിന് ഒരു ഓണക്കോടി കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കോടിക്ക് വേണ്ടി നമ്മൾ സിനാൻ ബുക്സ് കല്ലറ സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സിനെ നമ്മൾ സമീപിച്ചപ്പോൾ അവർ തന്നിരിക്കുന്നത് കുറച്ച് കുട്ടികളുടെ സ്കൂൾ ബാഗുകളും അവർക്ക് നോട്ട് ബുക്കുകളും വാട്ടർ ബോട്ടിലും അതുപോലുള്ള സാമഗ്രികൾ. സിനാൻ ബുക്സിൽ നിന്നും സാധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓണസമ്മാനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന ഉപകരണങ്ങളും നന്ദിയോടെ വിന്റർ ഹെവൻ ഏറ്റുവാങ്ങുകയാണ്. ഹൃദ്യമായ സ്വാഗതം അവർക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കാരണം സത്യസന്ധതയുടെയും കൃത്യനിഷ്ഠതയുടെയും ആത്മാർത്ഥതയുടെയും പര്യായമായ സിനാൻ ബുക്സ് കല്ലറ ഓരോ ചുവടും ആത്മാർത്ഥതയോടെയും ജനങ്ങൾക്ക് സഹായത്തിനു വേണ്ടിയും ചാരിറ്റിയിലൂടെയും ജനങ്ങളിലേക്ക് ഈ സഹായം എത്തിക്കുവാൻ ഹൃദയംഗമായി ഇറങ്ങിയതിൽ വിന്റർ ഹെവൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥാപനമായതിനാൽ ഹൃദ്യമായി വളരെ സ്നേഹത്തോടെ ഉപകാരം സ്വീകരിക്കുന്നു. നന്ദി. നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അത് അർഹമായ കരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ ബാഗ് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാം. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി അവർ നമുക്ക് ഞാൻ ഇത് പ്രിയപ്പെട്ട എൻ്റെ സൗകര്യങ്ങൾക്ക് ഞാനത് കൈമാറുകയാണ്. അപ്പോൾ അതിൽ ഓരോ കുട്ടികളുടെ അവർക്ക് നമുക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കാം. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സ് ആണ്, നിയർ ARS തിയേറ്റർ കല്ലറയിലുള്ള സിനാൻ ബുക്സ് ആണ് കേട്ടോ. സിനാൻ ബുക്സ് വളരെ നമ്മളൊരു സമ്മാനം ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ഒന്നിന് പകരം 3 ബാഗുകൾ നിങ്ങൾക്കത് കൈമാറാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സ് കല്ലറ നൽകുന്ന അടുത്ത ഒരു സമ്മാനം പ്രിയ സഹോദരങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. പിന്നെ അടുത്ത ഇത് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഹൃദയപൂർവ്വം ഇത് കണ്ണങ്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള നമുക്ക് നല്ല സുപരിചിതമായ ഒരു കോളനിയാണ്. ഇവിടെ സാധുക്കളായ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓണത്തിനൊരു ഓണക്കോടി കൊടുക്കാൻ വരും. അത് ഞാൻ ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓണക്കോടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, നോക്കൊണ്ട് കൊടുത്താൽ മതി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു മെസ്സേജ് സഹോദരി സ്നേഹത്തോടെ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ചാനലിനെ നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായി എഴുതി അറിയിക്കുക. അതോടൊപ്പം ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ കുറവോ അവർക്ക് ഒരു യൂണിഫോമിൻ്റെ കുറവോ ബുക്കിൻ്റെയൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്താൻ നമ്മൾ ആ പ്രദേശത്ത് വന്നും നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. വിന്റർ ഹെവൻ എപ്പോഴും ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സഹായിക്കുന്ന ചാനലാണ്, നിങ്ങൾക്കറിയാം. എന്തായാലും നിങ്ങളെവരുടെയും അപ്പം നമുക്ക് ഇവരോട് തന്നെ നമ്മുടെ ഈ ഓണത്തിന് ഒരു ഓണക്കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് നമുക്ക് ഈ ഓണത്തിന് ഒരു ഓണക്കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള അഭിപ്രായം? വളരെ ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? ഈ സമ്മാനം കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ഉണ്ട്. വിന്റർ ഹെവൻ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എന്താ? അപ്പോൾ എന്താ ഈ സമ്മാനം കിട്ടിയാൽ എന്താ പറയുന്നത്? സന്തോഷം. കുട്ടികൾക്ക് അപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളൊരു പ്രോത്സാഹനമാവും. തുടർന്നുള്ള എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ വരുമ്പോൾ ചാനലിനെ അറിയിക്കുമോ? അപ്പോൾ ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. നമുക്ക് ഓണക്കോടി കൊണ്ടുവന്നാൽ എല്ലാവരും സ്വീകരിക്കുമോ? ഉള്ള ഇന്ന ഓണക്കോടി എന്നില്ല, എന്താണോ നമ്മുടെ സൗകര്യങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കൊണ്ട് തരുന്നത് ആ സമ്മാനങ്ങളായിരിക്കും നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ചിലപ്പോൾ അതൊരു കൈയോ മുണ്ടോ അല്ലെങ്കിൽ നൈറ്റിയോ അങ്ങനെയൊക്കെയുള്ള ഓണത്തിന് നമുക്ക് റഫായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ഡ്രസ്സുകളായിരിക്കും. അപ്പം നിങ്ങൾ ഇത് സന്തോഷമായില്ല അല്ലേ? ഓക്കെ. നിങ്ങൾക്കപ്പം ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ? ആ
അതെ. അപ്പോൾ നമ്മൾ ഈ ചാനൽ കാണുമ്പോൾ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്നും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർക്ക് വളരെ സന്തോഷകരമാണെന്നും ഞങ്ങളുടെ ചാനൽ സ്ഥിരമായി കാണാറുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്ത് പ്രദേശത്തുള്ള നല്ല നല്ല വാർത്തകൾ കാത്തിരിക്കുന്നു എന്നും അവർ പറയുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നന്ദിയുണ്ട്. നന്ദി.